ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫേമസ് സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടോ? അതായത് ഈവൻ കമ്പനിയുടെ റവന്യൂ, പ്രോഫിറ്റ്, അതിൽ ബിസിനസ് വളർന്നെങ്കിലും ഒരു 4-5 വർഷമായിട്ട് സ്റ്റോക്ക് അനങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഇവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മിക്കപ്പോഴും ഈ ഒരു വലിയ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഇപ്പോൾ ഒരു ഫേമസ് അതുപോലെ നല്ലൊരു കമ്പനി അവർ സക്സസ് പോയിന്റിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു കമ്പനിയെ പറ്റിയിട്ട് അറിയായിരിക്കും. അപ്പോൾ അതോടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഓൾറെഡി വാല്യുവേഷൻ ഇവിടെ പ്രൈസ് ചെയ്ത് കാണും. അപ്പോൾ ബിസിനസ് വളർന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചത്ര വളർന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? പി ഡീറേറ്റ് ചെയ്യും, സ്റ്റോക്ക് സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ 5 പോപ്പുലർ കമ്പനീസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മുമ്പ് കമ്പനിയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു, അതിൽ നിന്ന് എന്താണ് ഇപ്പം മാറിയത്, പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു മൂവ്മെന്റ് ഇല്ലാതെ സൈഡ് വൈസ് ആയിട്ട് നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ഏഷ്യൻ പെയിന്റ്സ് ആണ്. അപ്പൊ എല്ലാ ഇന്ത്യൻ ഹൗസ് ഹോൾഡിന് അറിയപ്പെടുന്ന ഒരു പേരാണ് ഏഷ്യൻ പെയിന്റ്സ് എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത് ഇൻവെസ്റ്റേഴ്സിന് നെഗറ്റീവ് റിട്ടേൺസ് നൽകിക്കൊണ്ട് ഒരു സൈലന്റ് ട്രാപ്പ് ആയിട്ട് മാറി. കാരണം ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോറിയിൽ 2 കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കാര്യം, സ്റ്റോക്ക് ഓൾമോസ്റ്റ് 100x P വരെ എത്തിയതിനു ശേഷം സ്റ്റോക്ക് കംപ്ലീറ്റ്ലി ഫ്രീസ് ആകാൻ കാരണമായ മിസ്റ്റേക്ക് എന്തായിരുന്നു? ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, കോമ്പറ്റേറ്ററായ ബിർള ഓപ്പസിന്റെ എൻട്രി ഏഷ്യൻ പെയിന്റ്സിന്റെ ഏറ്റവും സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്തോ? അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഏഷ്യൻ പെയിന്റ്സ് പെട്ടെന്ന് ഒരു മോശം കമ്പനി ആയതല്ല. 2012 മുതൽ 2021 വരെ മാർക്കറ്റ് ഇതിനൊരു ഫ്ലോലെസ് കോമ്പൗണ്ടർ പോലെ പ്രൈസ് ചെയ്തിരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് കമ്പനി പോലെയാണ് പ്രൈസ് ചെയ്തിരുന്നത്. അതിൽ 2003 മുതൽ 2012 വരെ സ്റ്റോക്ക് ഏകദേശം 12 ഇരട്ടി ഇവിടെ വളർന്നിട്ടുണ്ട്. അതിൽ സെയിൽസും 21% CAGR വളർന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി റവന്യൂ 1730 കോടിയിൽ നിന്ന് 9632 കോടി വരെ എത്തി. ഓൾമോസ്റ്റ് സെയിം കാര്യം തന്നെയാണ് 2012 അതിൽ 2021 ഇടയ്ക്ക് സംഭവിച്ചത്. അപ്പൊ ഈ ഒരു പീരീഡിൽ സ്റ്റോക്ക് 15 ഇരട്ടി ഇവിടെ വളർന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻസ് 17% 24% എത്തി. അപ്പൊ ഇവിടെ ഈ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് കാരണം 2003 ഫൈനാൻഷ്യലിൽ 15x ആയിരുന്ന പി പതുക്കെ കൂടി 2021 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 97x വരെ എത്തി. എന്നാൽ 97x എത്തിയതിനു ശേഷം സംഭവിച്ചത് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. കാരണം 100x പിയിൽ മാർക്കറ്റ് കമ്പനി ഓൾമോസ്റ്റ് പെർഫെക്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നാൽ 2022 ശേഷം ആ ഒരു പെർഫെക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. 2022-23 ഫൈനാൻഷ്യല് ഇൻഫ്ലേഷൻ കാരണം മാർജിൻസ് 24% 17% കുറഞ്ഞു. അതുപോലെ 2024 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും സെയിൽസ് ഗ്രോത്ത് 2.9% ഇവിടെ കുറഞ്ഞു. അത് എന്നിട്ട് പിന്നെ നെഗറ്റീവിലേക്ക് ഇടിഞ്ഞു. അതിൻ്റെ ഒപ്പം ഒരു മെയിൻ കോമ്പറ്റേറ്ററും കൂടി മാർക്കറ്റിലേക്ക് എത്തി. ഇപ്പൊ ബിർള ഓപ്പസ് 10,000 കോടി ക്യാപിറ്റൽ ലോഞ്ച് ചെയ്ത് ഇൻഡസ്ട്രി കപ്പാസിറ്റിയിൽ അഡീഷണൽ 40% കപ്പാസിറ്റിയും കൂടി ആഡ് ചെയ്തു. അപ്പൊ ഈ ഒരു കോമ്പറ്റീഷൻ ഇമ്പാക്ട് ക്ലിയർലി നമ്പേഴ്സിൽ വിസിബിൾ ആയിരുന്നു. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിന്റെ റിസീവബിൾ ഡേയ്സ് 30 ദിവസം നിന്ന് 40 ദിവസമായിട്ട് കൂടി. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ കമ്പനിക്ക് അവരുടെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിക്കവർ ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണ്? സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞതും മാർജിൻ പ്രഷറും കാരണം സ്റ്റോക്കിന്റെ വാല്യൂഷൻ 97x നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50x ഡീറേറ്റ് ചെയ്തു. അതുപോലെ ഒരുപാട് വർഷത്തേക്ക് സ്റ്റോക്ക് ഇവിടെ സ്റ്റക്കായി. ഇനി നമ്മുടെ സ്റ്റോക്ക് നമ്പർ 2 വരുന്ന ITC ആണ്. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിൽ നമ്മൾ കണ്ടത് ഹൈ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ് വാല്യൂഷനെ കുറച്ചതെന്നാണ്. എന്നാൽ നമ്മുടെ കമ്പനിയായ ITC ഒരു സ്റ്റോറി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പവർഫുൾ ക്യാഷ് എഞ്ചിൻ തന്നെയാണ് വാല്യൂഷനിൽ ഏറ്റവും വലിയ ബ്രേക്ക് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ സ്റ്റോറിയിൽ 2 സ്റ്റെപ്സ് സീക്വൻഷ്യൽ ആയിട്ട് ഇവർ സംഭവിച്ചു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ ഏറ്റവും വലിയ ക്യാഷ് എഞ്ചിൻ തന്നെ സ്റ്റോക്കിന്റെ വാല്യൂഷനിൽ ഏറ്റവും വലിയ കോൺഗ്ലോമറേറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് മാറി. അപ്പം ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ വന്നു. ഹോട്ടൽ ഡീമർജർ കഴിഞ്ഞപ്പോൾ വാല്യൂ അൺലോക്കിംഗ് ഇവിടെ തുടങ്ങി. എന്നാൽ മുന്നോട്ടേക്ക് FMCG അതിൽ സിഗരറ്റ് ടാക്സസ് തമ്മിൽ ഒരു പുതിയ ഗെയിം ഇവിടെ തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിന്റെ ക്രോണോളജി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ 2002 മുതൽ 2017 വരെ ITC സ്ട്രോങ് പെർഫോമൻസ് ആണ് നൽകിയത്. അപ്പൊ ഈ ഒരു പീരീഡിൽ സ്റ്റോക്ക് ഏകദേശം 25% CAGR റിട്ടേൺസ് ആണ് നൽകിയത്. അപ്പൊ ഇതിന് മെയിൻ കാരണം അവരുടെ സിഗരറ്റ് ബിസിനസ് ആയിരുന്നു. അപ്പൊ ഇത് ടോട്ടൽ റവന്യൂലേക്ക് ഏകദേശം 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സിഗരറ്റ് ബിസിനസ്സിൽ നിന്ന് 1000 കോടി ക്യാഷ് ഫ്ലോ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ക്യാഷ് വെച്ച് ITC ബാക്കിയുള്ള ബിസിനസ് ബിൽഡ് ചെയ്തത്, അതായത് FMCG, ഹോട്ടൽസ്, പേപ്പർ ബോർഡ്സ്, അഗ്രി എല്ലാം. ഇവിടെയാണ് എക്സാക്ട്ലി സ്റ്റെപ്പ് 1 ട്രിഗർ ആയത്. സിഗരറ്റ് ബിസിനസ് ലോ കോസ്റ്റിൽ ഹൈ പ്രോഫിറ്റ് നേടിയിരുന്നു. എന്നാൽ ഹോട്ടൽസ് അല്ലെങ്കിൽ പേപ്പർ മിൽസ് സെറ്റപ്പ് ചെയ്യാൻ 1000 കോടിയുടെ എക്സ്പെൻഡിച്ചർ ഇവിടെ വേണം. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റ് വരാനും ഇവിടെ വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന്റെ മനസ്സിൽ വലിയൊരു ഡൗട്ട് വന്നു. സിഗരറ്റ് ബിസിനസ് നല്ല പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിലും അത് സ്ലോ റിട്ടേൺ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം. മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ വാല്യൂ അവർ പല അൺറിലേറ്റഡ് ബിസിനസ് കാരണം കുറയുമ്പോൾ അതിനാണ് കോൺഗ്ലോമറേറ്റ് ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് കാരണം തന്നെ ബിസിനസ് വളർന്നുകൊണ്ടിരുന്നെങ്കിലും സ്റ്റോക്ക് പ്രൈസ് ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇവിടെ ഈ ഒരു പ്രശ്നം പീക്കിൽ എത്തിയപ്പോഴാണ് സ്റ്റെപ്പ് 2 വന്നത്.
അപ്പൊ ഈ ഒരു കോൺഗ്ലോമറേറ്റ് ഡിസ്കൗണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് 2025 ITC ഒരു വലിയ ഡിസിഷൻ എടുത്തു. അപ്പൊ അതാണ് ITC ഹോട്ടൽസിന്റെ ഡിമേർജർ. അപ്പോൾ ഹോട്ടൽ ബിസിനസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആക്കി ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്ട്ലി 60% ഓണർഷിപ്പ് നൽകി. അതേസമയത്ത് ITC 40% ഓണർഷിപ്പോടെ റീറ്റെയിൻ ചെയ്തു. ഇപ്പം ഇൻവെസ്റ്റേഴ്സിന് തോന്നി ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ കൺസ്യൂം ചെയ്യുന്ന ഹോട്ടൽ ബിസിനസ് സെപ്പറേറ്റ് ആയതോടെ സ്റ്റോക്കിന്റെ ട്രൂ വാല്യൂ ഫൈനലി അൺലോക്ക് ആവുന്നത്. പക്ഷേ കഥ ഇവിടെ കൊണ്ട് തീർന്നില്ല. ഹോട്ടൽസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിന്റെ ഫുൾ അറ്റൻഷൻ ITCയുടെ FMCG ബിസിനസ്സിലേക്ക് മാറി. അപ്പൊ മെയിൻ ചോദ്യം ഇതായിരുന്നു, FMCGക്ക് ITCനെ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റോക്ക് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കുമെന്ന്. ഇപ്പൊ FMCG സൈഡിൽ നിന്ന് പോസിറ്റീവ് സിഗ്നൽസ് വന്നു. 2026 ഫൈനാൻഷ്യലില് FMCG റവന്യൂ ഏകദേശം 10% വളർന്നു. Q4 ഗ്രോത്ത് 15% ആയിരുന്നു. കൂടാതെ Q4 എബിറ്റ മാർജിൻ 11% വരെ എത്തി. എന്നാൽ വേറൊരു സൈഡില് സിഗരറ്റ് ബിസിനസിന് മേലെ ഗവൺമെന്റ് ടാക്സസിന്റെ റിസ്ക് വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ 2026 സിഗരറ്റ് ടാക്സേഷനിൽ വലിയ മാറ്റം ഇവിടെ വന്നു. അപ്പൊ ഇത് കാരണം ഫ്യൂച്ചർ ഗ്രോത്ത് അതുപോലെ വോളിയം ഗ്രോത്തിനെ കുറിച്ചുള്ള അൺസർട്ടനിറ്റി വീണ്ടും ഇവിടെ കൂടി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ITCയുടെ സ്റ്റോറി ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. ആദ്യം സിഗരറ്റ് ബിസിനസ്സിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് ബാക്കിയുള്ള ബിസിനസ് ഇവിടെ ബിൽഡ് ചെയ്തു. അപ്പൊ ഇതാണ് പിന്നെ കോൺഗ്ലോമറേറ്റ് ഡിസ്കൗണ്ട് വരാനുള്ള കാരണം ഇത്. അപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽസ് ഡിമേർജ് ചെയ്തു. ഇപ്പൊ മൊത്തം ഗെയിം ആശ്രയിക്കുന്നത് FMCG ബിസിനസിന്റെ ഗ്രോത്തിലാണ്. നിങ്ങളിപ്പം ITC ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ട്രാക്ക് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യമേ ഇവിടെ ഉള്ളൂ. സിഗരറ്റ് ടാക്സസിന്റെ പ്രഷർ അബ്സോർവ് ചെയ്യാൻ FMCG ബിസിനസ്സിൽ വേഗത്തിൽ വളരാൻ വേണ്ടിയിട്ട് കഴിയുമോ? അപ്പൊ ഇവിടെ FMCG നല്ല ഗ്രോത്ത് നൽകിയാൽ സ്റ്റോക്ക് റീറേറ്റ് ആകും. അല്ലെങ്കിൽ ഇപ്പം ITC എത്ര നല്ല ക്യാഷ് ഫ്ലോ നൽകിയാലും ITC ഒരു ലോവർ മൾട്ടിപ്പിൾ സ്റ്റോക്ക് ആയിട്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ITCയിൽ ക്യാഷ് എഞ്ചിൻ തന്നെ വാല്യൂഷന്റെ ബ്രേക്ക് ആയിട്ട് ഇവിടെ മാറി. എന്നാൽ ഇന്നത്തെ നമ്മുടെ തേർഡ് ജയന്റ് ബിസിനസ് തകർന്നതല്ല, പകരം ഒരു മെഗാ മെർജർ ആണ് അവരുടെ ഓൾ ഇക്കണോമിക്സിനെ ഇവിടെ ഷേക്ക് ചെയ്തത്. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് നമ്പർ 3 വരുന്നത് HDFC ബാങ്ക് ആണ്. ഒരു മെഗാ മെർജർ ആണ് അവരുടെ മൊത്തം ഓൾഡ് ഇക്കണോമിക്സ് തന്നെ ഇവിടെ മാറ്റിമറിച്ചത്. പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിങ്ങിന് സൈഡ് വൈസ് നീങ്ങുമ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉള്ളിലുള്ള ചോദ്യം ഇതാണ്, ഇതിപ്പം നമ്മൾ വിൽക്കണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു മൊത്തം സ്റ്റോറിയിൽ 2 സീക്വൻഷ്യൽ സ്റ്റെപ്സ് ആണ് നടന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു വലിയ മെർജർ കാരണം HDFC ബാങ്കിന്റെ സ്ട്രോങ് ബാലൻസ് ഷീറ്റും മാർജിൻസും ടെമ്പററിയായി ഡിസ്റപ്റ്റ് ആയി. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പിലൂടെ വരുന്നത്. അപ്പൊ ബാങ്ക് ബാലൻസ് ഷീറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷേ മാർജിൻസും വാല്യൂഷും മുമ്പുണ്ടായിരുന്ന ലെവലിലേക്ക് ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പം ഈ ഒരു ക്രോണോളജി നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ 2021 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ആയിരുന്നു മാർക്കറ്റിൽ ഏറ്റവും ഫേവറേറ്റ് പ്രൈവറ്റ് ബാങ്ക്. കാരണം അവരുടെ നമ്പേഴ്സ് വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ ഗ്രോത്ത് 15 മുതൽ 20% റേഞ്ചിൽ സ്റ്റഡി ആയിരുന്നു. ലോ കോസ്റ്റ് ഡിപ്പോസിറ്റ്സ് കംഫർട്ടബിൾ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കൂടാതെ ബാഡ് ലോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ഫോർമുല കംപ്ലീറ്റ്ലി പ്രഡിക്റ്റബിൾ ആയിരുന്നു. സ്റ്റഡി ഗ്രോത്ത് പ്ലസ് ചീപ്പ് ഡിപ്പോസിറ്റ്സ് ഈക്വൽ ടു ഗ്യാരണ്ടീഡ് കോമ്പൗണ്ടിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസി കാരണം സ്റ്റോക്ക് 4.1x പ്രൈസ് ടു ടാഞ്ചിബിൾ ബുക്ക് എന്ന ഹൈ വാല്യൂഷനിൽ ട്രേഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് 1 ട്രിഗർ ആയത്, മെഗാ മെർജർ. അപ്പോൾ HDFC ലിമിറ്റഡും HDFC ബാങ്കും തമ്മിൽ മെർജർ വന്നു. ഇപ്പോൾ ലോങ് ടേം ലോജിക് ഇവിടെ സ്ട്രോങ് ആയിരുന്നു. HDFC ലിമിറ്റഡിന്റെ ഹ്യൂജ് ഹൗസിംഗ് ലോൺ ബുക്കിനെ ബാങ്കിന്റെ കസ്റ്റമർ ബേസ് ആയിട്ട് കമ്പൈൻ ചെയ്യുക എന്നതായിരുന്നു ഇവിടുത്തെ ലക്ഷ്യം. പക്ഷേ മെർജർ നടന്നതോടെ ബാങ്ക് ഒരു മാസീവ് ലോൺ ബുക്ക് അബ്സോർവ് ചെയ്തു. പക്ഷേ ചീപ്പ് ഡിപ്പോസിറ്റ് അത്ര വേഗത്തിൽ ഇവിടെ വന്നില്ല. അപ്പൊ ഇതിന്റെ കാരണം അവരുടെ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ 110% വരെ എത്തിയതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ടോട്ടൽ ഡിപ്പോസിറ്റിനേക്കാളും കൂടുതൽ ലോൺ ബാങ്ക് ഓൾറെഡി നൽകിയിരുന്നു എന്നാണ്. ലോൺ കൊടുക്കുന്ന ഈസിയാണ്, എന്നാൽ ചീപ്പ് ഡിപ്പോസിറ്റ്സ് കൊണ്ടുവരുന്ന അത്ര ഈസി അല്ല. അപ്പൊ അത് കാരണം ബാങ്കിന്റെ പ്രോഫിറ്റ് മാർജിൻ 4.1% നിന്ന് 3.4% കുറഞ്ഞു. അപ്പൊ ഇവിടെ ബാങ്കിന്റെ സൈസ് വളർന്നു, പക്ഷെ പെർഫോമൻസ് മോശമായി. ഇപ്പൊ വാല്യൂഷൻ 4.1x ബുക്ക് വാല്യൂ നിന്ന് 2x വരെ കുറഞ്ഞു. അപ്പൊ ഈ ഒരു ഡിസ്റപ്ഷൻ വന്നപ്പോഴാണ് സ്റ്റെപ്പ് 2 വരുന്നത്. ഇപ്പൊ ബാലൻസ് ഷീറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇവിടെ ബാങ്ക് ഒരു തീരുമാനം എടുത്തു, ലോൺ ഗ്രോത്ത് കുറച്ചൊന്ന് സ്ലോ ആക്കുക, അതുപോലെ ഡിപ്പോസിറ്റ്സ് ഇവിടെ അഗ്രസീവ് ആയിട്ട് കളക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു റിപ്പയർ പ്രോസസ്സിന്റെ റിസൾട്ട് ഇപ്പോൾ വിസിബിൾ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ 110% നിന്ന് 96% കുറഞ്ഞു. ഇപ്പം ഡിപ്പോസിറ്റ് ഗ്രോത്ത് ലോൺ ഗ്രോത്തിനേക്കാളും വേഗത്തിലാണ്. കൂടാതെ അസറ്റ് ക്വാളിറ്റിയും സ്റ്റിൽ സോളിഡ് ആണ്. എന്നാൽ റിപ്പയർ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ പ്രോഫിറ്റ് മാർജിൻസ് ഇപ്പോഴും 3.26% അപ്പൊ ഇത് പ്രീവിയസ് ലെവലിനേക്കാളും താഴെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, HDFC ബാങ്ക് ഒരു മോശം ബാങ്ക് ആയിട്ടില്ല, അവരവരുടെ മെഗാ മെർജർ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്റ്റോക്ക് നമ്പർ 4 വരുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു മൂവി ടിക്കറ്റ് അഡ്വാൻസ് എടുത്തപ്പോൾ 10 ഇരട്ടി പൈസ കൊടുത്താണ് നിങ്ങൾ വാങ്ങിയത്. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നമ്മൾ കാണാൻ വന്ന ഈ ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം എക്സാക്ട്ലി ഇതാണ് ഇന്നത്തെ നമ്മുടെ 4th കമ്പനിയായ ജിയോ ഫൈനാൻഷ്യൽ സർവീസിൽ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പഴയ സ്ലോ കോമ്പൗണ്ടർ സ്റ്റോറി അല്ല. 2023 ഓഗസ്റ്റിൽ ഈ സ്റ്റോക്ക് ഏകദേശം 262 രൂപയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ റിലയൻസ് ബ്രാൻഡും ബ്ലാക്ക് റോക്കുമായുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും ഇന്ന് സ്റ്റോക്ക് ഓൾമോസ്റ്റ് അതേ സോണിൽ തന്നെ സ്റ്റക്കാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, എല്ലാം ശരിയായിരുന്നിട്ട് പോലും സ്റ്റോക്ക് എന്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാതിരുന്നത്? ഇപ്പൊ സിമ്പിളായി പറഞ്ഞാൽ
കമ്പനിയുടെ ആക്ച്വൽ ബിസിനസ്സും ഏർണിംഗ്സും വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി ഹൈ ഫ്യൂച്ചർ വാല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മൊത്തം സ്റ്റോറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനി 2023 ഓഗസ്റ്റ് ലിസ്റ്റ് ചെയ്തപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസ് 262 രൂപയായിരുന്നു. അപ്പോൾ ഇത് 1.7 ലക്ഷം കോടിയിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്തായിരുന്നു? മാർച്ച് 2024 വരെ അവരുടെ മെയിൻ ലെൻഡിംഗ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വെറും 173 കോടി മാത്രമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു മെച്ചൂർ ബിസിനസ് അല്ല പ്രൈസ് ചെയ്തിരുന്നത്. പക്ഷേ റിലയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ക്യാപിറ്റൽ, പിന്നെ ബ്ലാക്ക് റോക്കുമായിട്ട് ചേർന്നിട്ട് ബിൽഡ് ചെയ്ത അസറ്റ് മാനേജ്മെന്റ് ബിസിനസിന്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലാണ് മാർക്കറ്റ് ഇവിടെ പ്രൈസ് ചെയ്തിരുന്നത്. അപ്പോൾ വാല്യുവേഷൻ ആദ്യം തന്നെ ടോപ്പിലെത്തി. എന്നാൽ ഏർണിംഗ്സ് പിന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ FY25 കമ്പനിക്ക് 1.23 ലക്ഷം കോടിയുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. എന്നാൽ മെയിൻ ബിസിനസ് ഓപ്പറേഷൻസ് എന്നുള്ള ഇൻകം വെറും 349 കോടി മാത്രമായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ കൂടുതലായിരുന്നു, എന്നാൽ ഓപ്പറേറ്റിംഗ് റിട്ടേൺസ് നല്ലപോലെ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അവരുടെ ROE സിംഗിൾ ഡിജിറ്റിൽ സ്റ്റക്കായി നിന്നു. അതുപോലെ ഇവിടെ 3 മെയിൻ ചേഞ്ചസ് ഇവിടെ സംഭവിച്ചു. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ലെൻഡിംഗ് ബിസിനസ്സിൽ വലിയ സ്കെയിലപ്പ് ഉണ്ടായി. ഇപ്പോൾ FY24 വെറും 173 കോടിയായിരുന്ന AUM FY25 10,053 കോടിയായിട്ട് കൂടി. പിന്നെ FY26 ആയപ്പോഴേക്കും 25,700 കോടിയായി ക്രോസ് ചെയ്തോടെ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ജിയോ, ബ്ലാക്ക് റോക്ക് AMCയുടെ ആക്ച്വൽ ബിസിനസ് ബിൽഡപ്പ് ആണ്. ഇപ്പോൾ FY26 ആയപ്പോഴേക്കും അസറ്റ് മാനേജ്മെന്റ് AUM 15,000 കോടിയിലധികം എത്തി. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ ലൈറ്റ് ബിസിനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിൽ ROE ബൂസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ബിസിനസ്സിനുണ്ട്. ഇനി തേർഡ് പോയിന്റ്, പേയ്മെന്റ്സും ഇൻഷുറൻസിന്റെ സ്കെയിലപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം പ്രൂഫ് FY26 കണ്ടതാണ്. അപ്പോൾ മെയിൻ ബിസിനസ് ഓപ്പറേഷൻസ് എന്നുള്ള ഇൻകം 272% വളർന്ന് 1,390 കോടിയായി. അതിൽ ടോട്ടൽ ഇൻകത്തിൽ മെയിൻ ഓപ്പറേഷൻസിന്റെ ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 20% 54% കൂടി. അപ്പോൾ ഇതിന്റെ അർത്ഥം കമ്പനി ഇപ്പോൾ ട്രഷറി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിൽ നിന്ന് ആക്ച്വൽ ഓപ്പറേറ്റിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലിലേക്ക് ഇവിടെ മാറുവാണെന്നാണ്. അപ്പോൾ ഇവിടെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡിറ്റോറേഷൻസോ ഒന്നുമില്ല. ഇവിടുത്തെ സിമ്പിൾ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്യൂച്ചർ ജയന്റ് ആകുന്ന എക്സ്പെക്ടേഷൻസ് 2023 തന്നെ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നതാണ്. ഇന്നത്തെ നമ്മുടെ 5th സ്റ്റോക്കിൽ പ്രോഫിറ്റ്സ് പല മടങ്ങ് വളർന്നിട്ടും ഷെയർ ഹോൾഡേഴ്സിന് ലോങ് ടേം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് നമ്പർ 5 എന്ന് ബജാജ് ഫിൻസർവ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 4 ഇരട്ടി വളർന്നു എന്ന് വിചാരിക്കുക. ബിസിനസ് സ്ട്രോങ് ആയിട്ട് വളർന്നു, എന്നാലും സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ ഡിസപ്പോയിന്റ് ചെയ്തു. അപ്പൊ കമ്പനി ഇറ്റ്സെൽഫ് ഒരു ലെൻഡർ അല്ല, ഇതൊരു ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ബജാജ് ഫൈനാൻസ്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, പിന്നെ വേറെ ഫൈനാൻഷ്യൽ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബജാജ് ഫിനാൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രം ഫിൻസർവും അതേ പ്രൊപ്പോർഷനിൽ ഇവിടെ വളരണമെന്നില്ല. അപ്പൊ ഇവിടെ ഹോൾഡിംഗ് കമ്പനി ഡിസ്കൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2021 വരെ മാർക്കറ്റ് ബജാജ് ഇക്കോസിസ്റ്റം ഒരു പ്രീമിയം കോമ്പൗണ്ടർ ആയിട്ടാണ് കണ്ടിരുന്നത്. മെയിൻലി ബജാജ് ഫിനാൻസ് കാരണം PMI ഫൈനാൻസിങ്, കൺസ്യൂമർ ലോൺസ്, ഹ്യൂജ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ക്രോസ് സെല്ലിംഗ് കൊണ്ടെല്ലാം കമ്പനി വളരെ വേഗത്തിൽ ഇവിടെ വളർന്നുകൊണ്ടിരുന്നു. മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ സിമ്പിൾ ആയിരുന്നു, ഹൈ ഗ്രോത്ത് പ്ലസ് ഹൈ ROE ടു പ്രീമിയം വാല്യൂഷൻ. പക്ഷേ പിന്നെ ലെൻഡിംഗ് ഇക്കണോമിക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ NBFCസിന്റെ റോ മെറ്റീരിയൽ ബേസിക്കലി മണിയാണ്. അപ്പോൾ ഫണ്ടിങ് കോസ്റ്റ് കൂടിയാൽ അത് പ്രോഫിറ്റബിലിറ്റിയിൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ FY25 ആയപ്പോഴേക്കും ബജാജ് ഫിനാൻസിന്റെ ആവറേജ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ഏകദേശം 8% എത്തി. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ROE ഏകദേശം 22% നിന്ന് 19% മോഡറേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബിസിനസ് വളരുന്നുണ്ടായിരുന്നു, പക്ഷെ മാർക്കറ്റിന്റെ ചോദ്യം മാറി. ഇപ്പോൾ ഗ്രോത്ത് വരുന്നുണ്ട്, പക്ഷെ പഴയ റിട്ടേൺ റേഷ്യോ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ? പിന്നെ റെഗുലേറ്ററി പ്രഷേഴ്സും വന്നു. ഇപ്പോൾ നവംബർ 2023 RBI സർട്ടൺ അൺസെക്യൂർഡ് കൺസ്യൂമർ ലോൺസിന്റെ റിസ്ക് വെയിറ്റ് 100% നിന്ന് 125% കൂട്ടി. അതേസമയത്ത് സെയിം എമൗണ്ട് ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ കമ്പാരിറ്റീവ്ലി കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു സെയിം മന്ത് തന്നെ ബജാജ് ഫിനാൻസിന്റെ ഇ-കോമും ഇൻസ്റ്റാ EMI കാർഡിലും ടെമ്പററി റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ മെയ് 2023 റിമൂവ് ചെയ്തു. എന്നാൽ നിങ്ങൾ ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് നോക്ക്. 2021 മുതൽ 2025 ഫൈനാൻഷ്യൽ വരെ ബജാജ് ഫിനാൻസിന്റെ AUM ഏകദേശം 1.53 ലക്ഷം കോടിയിൽ നിന്ന് 4.17 ലക്ഷം കോടിയായിട്ട് കൂടി. അതുപോലെ നെറ്റ് പ്രോഫിറ്റും 4 ഇരട്ടി വളർന്നു. സോ ഇവിടുത്തെ പ്രോബ്ലം ബിസിനസ് ഗ്രോത്ത് ആയിരുന്നില്ല, പ്രോബ്ലം എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് എക്സെപ്ഷണൽ ഗ്രോത്തിനെ എക്സെപ്ഷണൽ ROE ഒപ്പം പ്രൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ റിട്ടേൺ റേഷ്യോസ് നോർമലൈസ് ആയപ്പോൾ വാല്യൂഷനും അതിന്റെ കറക്ഷൻ ഡൈജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇവിടുത്തെ ബോട്ടം ലൈൻ വരുന്ന ഇതാണ്, ബജാജ് ഫിൻസർവിന്റെ സ്റ്റോറി ബിസിനസ് സ്റ്റാഗ്നേഷന്റെ അല്ല, മറിച്ച് വാല്യൂഷൻ ഡൈജഷന്റെ ആണ്. ഇപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബജാജ് ഫിൻസർവ് ഏകദേശം 20% ROE സസ്റ്റെയിൻ ചെയ്യുമോ? ഇൻഷുറൻസ് ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് സ്കെയിൽ ചെയ്യുമോ? പിന്നെ ഗ്രൂപ്പിന്റെ മൾട്ടിപ്പിൾ ബിസിനസ് എന്നുള്ള വാല്യൂ സക്സസ്ഫുൾ ആയിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ? ഈ 5 സ്റ്റോറീസ് എന്നുള്ള ലെസൺ ഇതാണ്. ഒരു നല്ല കമ്പനി ആയിരിക്കുന്നതും ഒരു നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുന്നതും സെയിം അല്ല. അപ്പോൾ പ്രൈസും മാർക്കറ്റ് എക്സ്പെക്ടേഷൻസും ആണ് ഗ്രോത്ത്, ഇപ്പോൾ ഷെയർ ഹോൾഡർ റിട്ടേൺസ് ആയിട്ട് മാറോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിന് നിങ്ങൾ എത്ര വർഷമാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്? 5 വർഷമാണോ, 10 വർഷമാണോ, അല്ലെങ്കിൽ ബിസിനസ് ഫണ്ടമെന്റൽസ് ഇംപ്രൂവ് ചെയ്യുന്ന വരെയാണോ? അപ്പോൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്.
പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇതൊരിക്കലും ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.